യുദ്ധം എവിടെയും എത്താത്ത അവസ്ഥയാണ് ഗാസയിലേത്. ഇസ്രയേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഹമാസുമായി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഗാസയിലെ അടുത്ത പ്രശ്നം ഇന്ധനക്ഷാമമാണ്. ആശുപത്രികളെ ഇത് അക്ഷരാർത്ഥത്തിൽ വലച്ചിരിക്കുകയാണെന്ന കാര്യം പറയാതെ വയ്യ. ഇന്ധനക്ഷാമം ഗാസ മുനമ്പിലെ ഏറ്റവും വലിയ മെഡിക്കൽ സെന്ററായ അൽഷിഫ ആശുപത്രിയിലെ ഡോക്ടർമാരെയും രോഗികളെയും ഇരുട്ടിലാക്കിയെന്നും ഇങ്ങനെ തുടരുകയാണെങ്കിൽ ആശുപത്രി സ്തംഭിച്ചേക്കാമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭീഷണികൾ ഷെല്ലുകളോ റോക്കറ്റുകളോ അല്ല, മറിച്ച് ഇന്ധനം പ്രവേശിക്കുന്നത് തടയുന്ന ഒരു ഉപരോധമാണ്. അവർക്ക് ചികിത്സയ്ക്കുള്ള അവകാശം നിഷേധിക്കുകയും ആശുപത്രിയെ ഒരു ശ്മശാനമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽബർഷി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ ജനറേറ്റർ അടച്ചുപൂട്ടാൻ പോവുകയാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇന്ധനത്തിൻ്റെ അഭാവം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നു തുടരുന്നു എന്ന് UN ഓഫീസർ ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ധനം അടിയന്തിരമായി എത്തിച്ചില്ലെങ്കിൽ ഡസൻ കണക്കിന് രോഗികളുടെ, പ്രത്യേകിച്ച് വെന്റിലേറ്ററുകളിലുള്ളവരുടെ ജീവൻ അപകടത്തിലാവുമെന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇന്ധനക്ഷാമം ജലസംവിധാനങ്ങളെ തകരാറിലാക്കുന്നതിനാൽ 90% കുടുംബങ്ങൾക്കും സുരക്ഷിതമായ വെള്ളം കിട്ടുന്നില്ല എന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് 2023 ഒക്ടോബർ മുതൽ ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെ 600-ലധികം ആക്രമണങ്ങൾ നടന്നതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നത്. കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുന്നതിനിടെ ഇസ്രയേൽ നടത്തുന്ന ഉപരോധങ്ങൾ കാരണം ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം ഗാസയിൽ 50,000-ഓളം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും കടുത്ത പട്ടിണി നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പോഷകാഹാരക്കുറവ് നവജാത ശിശുക്കൾക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് UN പോപ്പുലേഷൻ ഫണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പല ഗർഭിണികളും ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. പട്ടിണി കിടക്കുന്ന പല അമ്മമാരും ജന്മം കൊടുക്കുന്നത് മാസം തികയാതെയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ട വളർച്ചയും തൂക്കവുമില്ല. ഇത് അതിജീവന സാധ്യത കുറയ്ക്കുന്നുവെന്നാണ് UNFPA പറയുന്നത്. മുലയൂട്ടാൻ അമ്മമാർക്ക് പോഷകാഹാരക്കുറവുണ്ടെന്നും നവജാത ശിശുക്കൾക്ക് ആവശ്യമായ ഫോർമുലയും ഇല്ലാതായെന്നും UNFPA പറയുകയുണ്ടായി. ഈ പ്രതിസന്ധി മൂലം നവജാത ശിശുക്കൾ മരണപ്പെടാം, അല്ലെങ്കിൽ ആജീവനാന്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനോ സാധ്യതയുണ്ടെന്നും ഏജൻസി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം അത്യന്തം ആവശ്യമാണ്. എന്നാൽ ഇസ്രയേൽ അധികൃതർ 4 മാസത്തിലേറെയായി ഇതെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു രാജ്യം നേരിടുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് ആരോഗ്യ മേഖല കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആശുപത്രികളിൽ നേരിടേണ്ടി വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ മതി ജനജീവിതം ദുസ്സഹമാവാൻ. എത്രയും വേഗം യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഇതിനെ തരണം ചെയ്യാൻ സാധാരണ ജനങ്ങൾ എത്രമാത്രം ബാക്കി നിൽക്കുന്നുണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയണം.